അതോടൊപ്പം തന്നെ മക്കളെയും ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല രക്ഷിതാക്കളുടെ മക്കൾ വൈവിട്ട ജീവിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സുഭിക്ഷമായ ഭക്ഷണം, സുഭിക്ഷമായി പണം കിട്ടുന്ന ലോകം. അതുകൊണ്ട് തന്നെ പേരറിയാത്ത പല ആളുകളും പേരറിയാത്ത പല സാധനങ്ങളും കേരളത്തിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ ദുരന്ത ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവസാനം രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളാകുന്നു. പേനക്കത്തികൊണ്ട് സഹപാഠിയുടെ ശരീരത്തിൽ ചിത്രം വരയ്ക്കുന്നു. റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട കുട്ടികളുടെ ക്ലോസറ്റിൽ മുഖം പിടിച്ച് താഴ്ത്തി അവസാനം മൃഗീയമായി കൊല ചെയ്യുന്നു. കോമ്പസ് കൊണ്ട് കുത്തി രക്തത്തിന്റെ അടയാളം വരുത്തുന്നു. രക്ഷിതാക്കളെ, നമ്മളെ മക്കളാണ് അതിന് കാരണമെങ്കിൽ ചിന്തിക്കണേ. കുടുംബം രക്ഷപ്പെടുത്താത്തവൻ ലോകത്തേറ്റവും വലിയ പരാജയപ്പെട്ടവന്റെ കൂട്ടത്തിലാ. ലോകം എത്ര നേടിയാലും കുടുംബം നേടണം, കുടുംബത്തെ കാക്കണം, കുടുംബത്തെ രക്ഷപ്പെടുത്തണം. എൻ്റെ മക്കൾ നാളെ എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ നമ്മളെ മക്കളെ സംവിധാനിക്കാൻ സാധിക്കണം. എൻ്റെ കബറിന്റെ അരികിൽ വന്ന് ഒരുക്കുന്ന മകന് ഒരു ഉമ്മ എന്ന സ്ഥാനത്ത് വലിയ സന്തോഷമുണ്ടാകണം, ഒരു പിതാവിന്റെ സ്ഥാനത്ത് വലിയ ആഹ്ലാദമുണ്ടാകണം. അതിനെന്തു വേണം? മക്കളുടെ കൂടെ ഇരിക്കണം, അവരുടെ മനസ്സറിയണം. 99.99% മാർക്ക് വാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. പത്രത്താളുകൾ അത് ആഘോഷിച്ചു. മക്കളും രക്ഷിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് മെന്റൽ ഡിപ്രഷൻ എന്ന മേഖല. മാനസികമായി മക്കൾ തകരുന്നു. ചൂഷണം ചെയ്യാൻ മീഡിയകൾ കാത്തിരിക്കുന്നു. ഭക്ഷണത്തിന്റെ നിറം പിടിപ്പിച്ച ലോകത്തേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളിലൂടെ നമ്മളെ യൗവനങ്ങളെ അവർ സ്വാധീനിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗെയിമിന്റെ മറവിൽ പോലും ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കളെ ചൂഷണം ചെയ്യുന്ന അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സൈബർ കുറ്റവാളികൾ നമ്മളെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നമ്മൾ അറിയാതെ വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ശ്രദ്ധ കൊടുക്കണം. ഏത് പ്രൊഫഷണൽ തിരക്കിനിടയിലും നമ്മളെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഞാനെന്ന കുടുംബം ഈ ലോകത്ത് ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട കുടുംബമാണെന്ന്. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിച്ചവരാകുന്നത്. അല്ലാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ആലീസ് മട്ടിൽ മാനേറിസങ്ങൾ കെട്ടിപ്പൊക്കി ലോൺ എടുത്ത് രാജ്യങ്ങൾ തെരഞ്ഞ് വ്യത്യസ്തമായ ഭംഗി തോന്നിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ നിർമ്മിച്ച് ശീതീകരിക്കപ്പെട്ട AC റൂമിൽ, ശീതീകരിക്കപ്പെട്ട ബെഡിൽ, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡിൽ 2 ഭാഗത്തേക്കും ചെരിഞ്ഞു കിടന്ന് കൂടെ പഠിച്ച 10ാം ക്ലാസ്സുകാരനോട് 45ാമത്തെ വയസ്സിലും ചാറ്റ് ചെയ്ത് കിടക്കാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ ജീവിതം? എന്തിനാണ് ഈ പണം? എന്തിനാണ് ഈ കൊട്ടാരം? കുടിലുകളിൽ സമാധാനം കണ്ടെത്തിയ സഹാബത്ത് കണ്ടെത്താനുള്ള ഒരു കാരണം പറഞ്ഞത് ലൈസൽ ഇനാ അൻ കസ്റത്തിൽ അർള്, ധാരാളം വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി, എല്ലാവർക്കും മുൻപിലും ഞാൻ ഒരു വലിയ വിജയമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കലല്ല ജീവിതം, വാരിപ്പിടിക്കലല്ല ജീവിതം, സമ്പാദിക്കലല്ല ജീവിതം. വലകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യത്തോടുകൂടി ഉള്ളതൊരു കാരക്കയാണെങ്കിലും അത് 8 കഷണങ്ങളായി ചീന്തിയെടുത്ത് 8 സഹാബത്തിന് കൊടുത്ത് ഭംഗിയായി മൂടിപ്പതച്ച് മദീനത്തെ പള്ളിന്റെ ഓരത്ത് കിടന്നുറങ്ങിയ ഒരു സമാധാനമുണ്ടല്ലോ. ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് മുൻപിൽ സമാധാനത്തോടെ ജീവിച്ചൊരു സഹാബത്തിന്റെ ജീവിതം അതുണ്ടാകണമെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കണം, മനസ്സ് തുറന്ന് ജീവിക്കണം. ആർക്ക് വേണ്ടി? എൻ്റെ റബ്ബിന് വേണ്ടി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് അബൂദർ വിളിച്ചപ്പോ അബൂദറിന് കുറ്റബോധം കൊണ്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ബിലാൽ എന്റെ കവിള് നോക്കി ചവിട്ടിക്കോത്താങ്കൾ. പുഞ്ചിരിയോടെ ബിലാൽ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അബൂദറേ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ISM-ഉം പ്രൊഫക്സലും ഇത് സംഘടിപ്പിക്കുന്ന ഡോക്ടേഴ്സും ഇതിനു വേണ്ടി പണിയെടുക്കുന്ന വളണ്ടിയർമാരും ഇവരൊക്കെ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളിൽ നിന്നൊരു നല്ല അനുമോദന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, പൂച്ചണ്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് നാളെ സിട്ടാവിന്റെ മുൻപിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്ന അന്ന് എന്റെ സിട്ടാവ് ചോദിക്കും, നീ അത് എത്തിച്ചു കൊടുത്തിരുന്നോ എന്ന്.
ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, സമൂഹത്തിന്റെ ഭദ്രത കൈവരിക്കാൻ, സമുദായത്തിന്റെ ജീവിതത്തിന്റെ രീതികളിൽ മാന്യതയുടെ രംഗങ്ങൾ കൊണ്ടുവരാൻ, വിശ്വാസത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇതുപോലെ ഇനിയും ഇനിയും ISM പ്രവർത്തനങ്ങളുമായി, പ്രൊഫക്സലുകളുമായി നിങ്ങളിലേക്ക് വരും. ഒരു ലക്ഷ്യമേയുള്ളൂ, ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ. ആവർത്തിച്ച് പറയുന്നു, എൻ്റെ റബ്ബ് സാക്ഷി, ഒരു സമ്മേളനം കൊണ്ടും മുജാഹിദുകൾ ഒരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണ നിരങ്ങിയിട്ടില്ല. ഒരു സമ്മേളനങ്ങളെ കൊണ്ടും ഒരു രാഷ്ട്രീയക്കാരനോടും വിലപേശിയിട്ടില്ല. ഒരു സമ്മേളനങ്ങളെ കൊണ്ടും സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്തിനു വേണ്ടി വർഗീയത സംസാരിച്ചിട്ടില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഫലസ്തീനികൾ ഫലസ്തീനിൽ കാണിക്കുന്ന ആ ആർജവമുണ്ടല്ലോ, സയനിസ്റ്റുകൾക്കും ഫാസിസ ചിന്താഗതിക്കാരനും ജൂതനും ഫലസ്തീൻ ഒരു തമാശയാണെങ്കിലും മനുഷ്യത്വം മരവിക്കാത്ത ലോകരാജ്യങ്ങൾ ആ പട്ടിണി രാജ്യത്തിന്റെ നേരെ കണ്ണുനീരിന്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുമ്പോ ആ മനസ്സെട്ടെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കാലത്തെ ചരിത്രം മനസ്സിൽ ഓർമ്മിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം. ബ്രിട്ടീഷുകാർ കയറി വന്ന് മുച്ചൂടും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീചത്വങ്ങളും ജാതീയതയും തിളങ്ങി നിന്ന് കൊലപാതകത്തിന്റെ പരമ്പരകളുള്ള ഇന്ത്യ രാജ്യത്ത് അന്ന് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് രാഷ്ട്രതലവന്മാർക്ക് മുൻപിൽ നെഞ്ചും വിരിച്ചെഴുന്നേറ്റ് നിന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്: എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ എന്റെ ശവമടക്കാൻ, എന്റെ ശരീരമടക്കാൻ 6 അടി മണ്ണ് തരൂ എന്ന് അന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുൻപിൽ ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വാക്ക് കടമെടുത്ത് ഇന്ന് ഫലസ്തീനികൾ ആർജവത്തോടെ പറയുന്നുണ്ട്, ഫലസ്തീൻ ഞങ്ങളുടേതാ, ഞങ്ങൾക്ക് വേണം. എന്തുകൊണ്ട്? ഫലസ്തീനികളുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, സഹിക്കുന്ന വേദനകൾക്ക് റബ്ബിന്റെ സ്വർഗമെന്ന ബോധമുണ്ട്, അനുഭവിക്കുന്ന മൃഗീയമായ പീഡനങ്ങൾക്ക് സ്വർഗമെന്ന ബോധമുണ്ട്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കേരളക്കരയിൽ നമ്മളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വഴിതെറ്റുന്ന ജനതയ്ക്ക് വേണ്ടി, വഴിതെറ്റുന്ന പ്രൊഫഷണൽ മേഖലകൾക്ക് വേണ്ടി, വഴിതെറ്റുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രൊഫക്സൽ എന്ന പരിപാടി അതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ഒന്നേ ഓർമ്മപ്പെടുത്താനുള്ളൂ: ഇതൊരു തീനാളമായി കയ്യിൽ കരുതണം, ആർജവത്തോടെ നെഞ്ചത്ത് കൊണ്ടു നടക്കണം. ഏത് സമൂഹത്തിന്റെ മുൻപിലും ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ പൊട്ടനെന്ന് വിളിച്ചാലും, ജീവിക്കാൻ അറിയാത്തവനെന്ന് കളിയാക്കിയാലും, കൊള്ളന്മാരുടെ കൂടെ കൂടാത്തതിന്റെ പേരിൽ ആരൊക്കെ ആക്ഷേപിച്ചാലും നെഞ്ചിലേക്ക് ആ തീപ്പന്തം ചേർത്ത് വെച്ചിട്ട് പറയണം, വഖാല വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാ. ഹക്കല്ലാത്തൊരു രൂപ എന്റെ ശരീരത്തിൽ ഉണ്ടാവരുത്, ഹറാമായൊരു രൂപ എന്റെ മക്കൾ കഴിക്കാൻ പാടില്ല, ഹറാമായൊരു പണം എന്റെ വാഹനത്തിൽ ഉണ്ടാവാൻ പാടില്ല. നാളെ എന്നെ പുതപ്പിക്കുന്ന 600 രൂപയുടെ വള്ളത്തുണിയിൽ പോലും പുരളരുത് എന്ന മനസ്സോടുകൂടി ഹൃദയത്തെ റബ്ബിലേക്ക് ചേർത്ത് വെച്ചിട്ടാവണം ഈ പ്രൊഫക്സലിന്റെ പടിക്കെട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത്. ആ തിരിച്ചറിവിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതും ഇവരധ്വാനിച്ചതും. ആ തിരിച്ചറിവോടുകൂടി അതിന്റെ വിളക്കുവാഹകരാകാൻ നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.